Dear students, in this class we are going to discuss about a new concept, rebate on bills discounted. What do you mean by rebate on bills discounted and how you record it in the profit and loss account and balance sheet? Rebate on bills discounted means an unexpired amount of discount received by the bank. When a bank discounts a bill, it gets an income known as interest. So this interest or discount received by the bank should be for a particular accounting year or a particular financial year. If the interest belongs to some other accounting year, that is a part of the income related to the next accounting year, there will be an issue. How you treat this discount in the current year income and in the next year income. For example, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇയർ മാർച്ച് 31 ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ മാർച്ച് 1 ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന 3 മാസത്തേക്കാണ്. ഫോർ എക്സാമ്പിൾ 3000 രൂപയാണ് അതിൻ്റെ ഡിസ്കൗണ്ട് എന്ന് വിചാരിക്കുക. മാർച്ച് 1 നമ്മുടെ 3000 രൂപ കിട്ടി. ആ മാർച്ച് 1 തൊട്ട് 31 വരെയുള്ള ഒരു മാസമാണ് ഈ വർഷത്തേതുള്ളത്. ഏപ്രിലും മെയ്യും അടുത്ത വർഷത്തെയാണ്. അപ്പോൾ ആകെയുള്ള 3000 രൂപയിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ വർഷത്തെ ഇൻകവും അടുത്ത വർഷത്തെ ഇൻകവും. അപ്പോൾ ഈ വർഷത്തെ ഇൻകമായ 1000 മാത്രമേ നമുക്ക് ഈ വർഷം അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഏപ്രിൽ മെയ് അടുത്ത വർഷത്തേതാണ്. അതുകൊണ്ട് ആ 3000-ൽ 2000 രൂപ അടുത്ത വർഷത്തേതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അപ്പം ഈ വർഷം കിട്ടിയ 3000 രൂപയും ഈ വർഷത്തെ ഇൻകം അല്ല. ഈ വർഷം കിട്ടിയ 3000 രൂപയും ഈ വർഷത്തെ ഇൻകം അല്ല. അതിൽ ഈ വർഷത്തെ പീരീഡ് 1 മന്ത് മാത്രമാണ്. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് തുക 1000-ആണ്. ബാക്കിയുള്ള 2 മാസം അടുത്ത വർഷത്തേതാണ്. അതുകൊണ്ട് അത് അടുത്ത വർഷമായിരിക്കും എന്ത് ചെയ്യുക, അക്കൗണ്ട് ചെയ്യും. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് മീൻസ് അൺഏൺഡ് എമൗണ്ട് ഓഫ് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് for those bills which mature after the date of closing the final accounts. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ മാർച്ച് 31 ക്ലോസ് ചെയ്യുന്നത് കഴിഞ്ഞ് ഉള്ള പീരീഡിലെ റിബേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, ആ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് മീൻസ് അൺഏൺഡ് എമൗണ്ട് ഓർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടിയ 3000 രൂപയിൽ 3000 രൂപയും ഈ വർഷത്തെ അല്ല, അൺഏൺഡ് എമൗണ്ട് ആണ്. എന്താ കാരണം, ബാക്കിയുള്ള 2 മാസം അടുത്ത വർഷത്തെയാണ്. അൺഏൺഡ് എമൗണ്ട് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫോർ ദോസ് ബിൽസ് വിച്ച് മെച്യൂർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 31 മാർച്ച് കഴിഞ്ഞ് ഉള്ള പീരീഡിൽ ഡേറ്റിൽ വരുന്ന ബില്ലുകൾ, ആ കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട്, ആ ഡിസ്കൗണ്ട് എമൗണ്ടിനാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 പേരുണ്ട്, അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ആള് ഇയർ എൻഡിൽ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് ആ വർഷത്തേത് മാത്രമാവണമെന്നില്ല. ഇറ്റ് വിൽ സ്പ്രെഡ് ടു ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആൾസോ. The total interest should be split into 2 categories, for the current year and for the next year. നെക്സ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് അൺഏൺഡ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഈ വർഷത്തേതല്ല, അത് അടുത്ത വർഷത്തെയാണ്. അങ്ങനെയുള്ള അൺഏൺഡ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. സോ ദിസ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് is calculated by using a formula. Amount of the bill into rate of discount into
അൺഎക്സ്പയർഡ് പീരീഡ് എത്ര നാളാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡേയ്സ് ഇൻ എ ഇയർ. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, എ ബാങ്ക് ഡിസ്കൗണ്ട്സ് എ 3 months bill amounting 50,000 at 7% per annum on 1st February. അപ്പോൾ അത് 3 months ആണ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് പിന്നെ ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് 750 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 750 രൂപ 3 മാസത്തേക്കാണ്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ഈ 3 മാസത്തേക്കും കൂടെയാണ് 750 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് ഓഫ് ഫെബ്രുവരി ആൻഡ് മാർച്ച് 500 രൂപ. ഇറ്റ് റിലേറ്റ്സ് ടു ദിസ് ഇയർ. ആൻഡ് ഡിസ്കൗണ്ട് ഫോർ ഏപ്രിൽ ₹250 റിലേറ്റ്സ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് കിട്ടിയ 750 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റിൽ നിന്ന് 250 രൂപ നമ്മൾ മൈനസ് ചെയ്യും. എന്താ കാരണം? ആ 250 രൂപ അടുത്ത സാമ്പത്തിക വർഷത്തേതാണ്. അങ്ങനെ ഉള്ള നെക്സ്റ്റ് ഇയറിലുള്ള ഇൻട്രസ്റ്റിനാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ബൈ പാസിംഗ് ആൻ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അപ്പം പിന്നെ നമ്മൾ 3 മാസം ആണ്. ആ 3 മാസത്തിൽ 2 മാസം മാത്രമാണ് ഈ വർഷമുള്ളത്. ബാക്കിയുള്ള 1 മാസം അടുത്ത വർഷത്തെയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ 1 മാസത്തെ ഇൻകം ആയ 250 രൂപ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് ദർ ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ വരുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒക്കെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിന്റ്, ഇത് ട്രയൽ ബാലൻസിലല്ല തരുന്നത്. ഇഫ് ദ റിബേറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇറ്റ് ഈസ് ഗിവൺ ആസ് ആൻ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ. ദെൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതായത് 2 സിറ്റുവേഷൻ മനസ്സിലാക്കുക. അതൊരു ട്രയൽ ബാലൻസിലല്ല വന്നിരിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റിനാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ റിബേറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റിൽ നിന്ന് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ഒന്നാമതായിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് റിബേറ്റ് ഓൺ ഇൻട്രസ്റ്റ് പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ നിന്നും ഈ റിബേറ്റ് എമൗണ്ട് മൈനസ്. ഇത് ട്രയൽ ഗിവൺ ആസ് എ ബാലൻസ് ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ദെൻ യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നൊരു ഐറ്റം ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരില്ല. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല. അത് എവിടെ മാത്രമേ വരുള്ളൂ? ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അത് അവിടെ എടുക്കേണ്ടതില്ല. അത് എവിടെയാണ് എടുക്കേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. ഇനി അത് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നത്. യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഉള്ളി. ബാലൻസ് ഷീറ്റ് മാത്രമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 5 ലയബിലിറ്റി സൈഡിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറയുന്നിടത്താണ് അത് കാണിക്കേണ്ടത്. അപ്പോൾ അത് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നു, ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറയുന്നിടത്താണ് കാണിക്കേണ്ടത്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസ് തന്നൊരു ഐറ്റം ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ നമ്മളത് പണ്ട് മനസ്സിലാക്കി കഴിയുമാണ്. ഇഫ് an item is in trial balance, it will not appear in the profit and loss account because ട്രയൽ ബാലൻസിൽ വന്നൊരു ഐറ്റം ഒരു സ്ഥലത്ത് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ താഴെ അത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നതെങ്കിൽ then you have to prepare both the profit and loss account and balance sheet. രണ്ടും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ 2 സ്ഥലത്ത് വരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് 2 സ്ഥലത്ത് വരും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം, ഷെഡ്യൂൾ 13 മൈനസ് ചെയ്യണം. എന്നിട്ട് അത് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു,
അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ 13 മൈനസ് ചെയ്യുകയും ഷെഡ്യൂൾ 5 ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റ് റിബേറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ട്രയൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ അങ്ങനെ ആണ് വരുന്നതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ആണ്, അത് ഈ വർഷത്തെ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സോ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ആഡ്. ഇത് നമ്മളൊരു പ്രോബ്ലം ഇത് ചെയ്യാണ്. ഇതാണ് ഇതിനുള്ള ടെസ്റ്റുള്ള ഇല്ലസ്ട്രേഷൻ ആണ്. ഫ്രോം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, ടേം തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോ ബില്ലിൻ്റെയും മെച്യൂരിറ്റി ഡേറ്റ് ആദ്യം കാണണം. നമുക്കറിയാം ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എത്ര മാസമാണോ അത് കഴിഞ്ഞിട്ട് 3 days ഓഫ് ഗ്രേസും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഡേറ്റ്, ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. എന്നിട്ട് നമ്മളതിനെ രണ്ടായിട്ട് തിരിക്കണം. ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ, ഇവിടെ 31st ഡിസംബർ ആണ്. ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ. അപ്പോൾ നമ്മൾ ഈ ഓരോ ബില്ല് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ വിശദമായി പറഞ്ഞു തരികയാണ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാൽക്കുലേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ബില്ലിൻ്റെ ഡേറ്റ് 23/12 ആണ്. അത് 3 മാസത്തേക്കാണ്. നമുക്കറിയാം 23/12 എന്ന് പറയുന്നത് 23 ജാനുവരി ആകുമ്പോൾ 1 മാസമാവും, 23 ഫെബ്രുവരി ആകുമ്പോൾ 2 മാസമാവും, 23 മാർച്ച് ആകുമ്പോൾ 3 മാസമാവും. അപ്പം മാർച്ച് 23 അതിൻ്റെ ഷെഡ്യൂൾഡ് ഡേറ്റ്. 3 days ഓഫ് ഗ്രേസ് കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 26 മാർച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് ഡിസംബർ 31 വരെയാണ് ഈ വർഷത്തിലുള്ളത്. ഡിസംബർ 31 ശേഷമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 26, ടോട്ടൽ 85 ദിവസം. അപ്പോൾ ഒന്നാമത്തെ ബില്ല് ഡേയ്സ് ആഫ്റ്റർ ദ അക്കൗണ്ടിങ് ഇയർ, ഇതാണ് ടോട്ടൽ 85 ദിവസമാണ്. എന്താ കാരണം? ജാനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് മാസം, ഇത് 3 നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ 85 days. അത് സെക്കൻഡ് ബില്ല്, അതിൻ്റെ ഡേറ്റ് 19/19 ആണ്. അപ്പം അത് മെച്യൂർ ആകുന്നത് എന്താണ്? 19/19. അപ്പോൾ അത് മെച്യൂർ ആവുന്നത് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 4 മാസമാണ്. അപ്പോൾ അത് മെച്യൂർ ചെയ്യുന്നത് ജാനുവരി 22-നാണ്. ജാനുവരി 22-നാണ്. അപ്പോൾ ജാനുവരി 22-ന് മെച്യൂർ ആകുമ്പോൾ ജാനുവരി 22 വരെയുള്ള 22 ദിവസം മാത്രമാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ. അതുവരെ അതിന് മുമ്പുള്ളത് മുഴുവൻ കഴിഞ്ഞ് നമ്മുടെ കറണ്ട് സാമ്പത്തിക ഇയറാണ്. അപ്പം ഡേയ്സ് ആഫ്റ്റർ 31/12 എന്ന് പറയുന്നത് 22 ദിവസമാണ്. മൂന്നാമത്തെ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് 20/10 ആണ്. അപ്പോൾ അത് 3 മാസമാണ്. അപ്പോൾ 3 മാസം വരുമ്പോൾ 20, 11, 20, 12, 21, 20 ആകുമ്പോൾ അത് 3 മാസം. അപ്പം അതിൻ്റെ കൂടെ 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 23-ാം തീയതി ജാനുവരി 21, 2018 അത് മെച്യൂരിറ്റി ആവുന്നത്. അപ്പോൾ 23 ദിവസമാണ് അതിൻ്റെ അടുത്ത അക്കൗണ്ടിങ് ഇയറിലെ ദിവസം, 23 ദിവസം. അപ്പോൾ മൂന്നാമത്തെ ബില്ലിൽ 23 ദിവസമാണ് എന്ത്? ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ. നാലാമത്തെ ബില്ല് അത് 4 മാസത്തെ ബില്ലാണ്. 30/11 അത് ബില്ല് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് മെച്യൂർ ചെയ്യുന്നത് 3/5-നാണ്. 3/5-നാണ്. അപ്പം നമ്മൾ ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ നോക്കുമ്പോൾ ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 3-ാം തീയതിയാണ് അത് മെച്യൂർ ആവുന്നത്. അപ്പോൾ ഈ ജാനുവരിയിലെ 31 ദിവസവും, ഫെബ്രുവരിയിലെ 28 ദിവസവും, മാർച്ചിലെ 31 ദിവസവും, ഏപ്രിലെ 30 ദിവസവും, മെയ്യിലെ 3 ദിവസവും കൂട്ടുമ്പോൾ ടോട്ടൽ 123 ഡേയ്സ് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേയ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നോക്കിയാൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകണം. അതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബിൽ എമൗണ്ട്, ഡ്യൂ ഡേറ്റ്, ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ കണ്ടത്. ഡേയ്സ് ആഫ്റ്റർ 31st ഡിസംബർ, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ 50,000 രൂപയാണ് ബില്ല്. ഡ്യൂ ഡേറ്റ് 26/3. ഡേയ്സ് ആഫ്റ്റർ
83. അപ്പോൾ 50,000 ഇൻറ്റു 5%, ദാറ്റ് മീൻസ് 50,000 ഇൻറ്റു 5/100 ഇൻറ്റു 85 ഡിവൈഡഡ് ബൈ 85 ഡിവൈഡഡ് ബൈ 365 ടോട്ടൽ ഡേയ്സ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 365. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ 1,00,000, അത് മെച്ചുവർ ആവുന്നത് 22/1-നാണ്, 22 ദിവസം. അപ്പോൾ 1,00,000 ഇൻറ്റു 5% ഇൻറ്റു 22 ഡിവൈഡ് ബൈ 365. കാരണം എന്തിനാണ് ഈ ഡേയ്സ്? ബാങ്ക് പലിശ കണക്കാക്കുന്ന ദിവസത്തിലാണ്, ബാങ്ക് പലിശ കണക്കാക്കുന്ന മാസത്തിനോ അല്ല, ഡേയ്സിലാണ്. അപ്പോൾ 22 ദിവസം. അപ്പോൾ 1,00,000 ഇൻറ്റു 5% ഇൻറ്റു 22 ഡിവൈഡ് ബൈ 365. അപ്പോൾ മൊത്തം 301 രൂപയാണ് അതിലുള്ള റിബേറ്റ്. മൂന്നാമത്തെ ബില്ലിൽ 23 ദിവസമാണ് ഉള്ളത്. അത് 4,00,000 വില. 4,00,000 ഇൻറ്റു 5/100 ഇൻറ്റു 23 ഡിവൈഡ് ബൈ 365. അപ്പോൾ അതായിരിക്കും റിബേറ്റ്. ലാസ്റ്റ് ബില്ല് അത് 30,000 ഇൻറ്റു 5/100 ഇൻറ്റു അത് 123 ദിവസമുണ്ട് നെക്സ്റ്റ് ഇയർ. ആ 123 ഡിവൈഡ് ബൈ 365. അപ്പം ടോട്ടൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുന്ന 2,649. അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഇത് പിന്നെ ജേണൽ എൻട്രി ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ 2,649 ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഈ റിബേറ്റ് നമ്മൾ ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. എന്നിട്ട് അത് ബാലൻസ് ഷീറ്റിൽ അതർ ലയബിലിറ്റീസിൽ ഷെഡ്യൂൾ 5-ൽ കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയൊക്കെ ചെയ്യാം. നാളെ 2-3 ദിവസം കൂടി ഞാൻ ഇതിൻ്റെ രണ്ട് ദിവസം കൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഡേയ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ കാണാൻ ഓരോ ബില്ലിൻ്റെ. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഡേയ്സ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം അതിനെ ടോട്ടൽ എമൗണ്ട് ഓഫ് ബിൽ ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു ഡേയ്സ് ആഫ്റ്റർ ദ അക്കൗണ്ടിങ് ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ഇയർ 365. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.